LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ നിലമ്പൂരിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. സ്വരാജിനെ പോലൊരു വ്യക്തിയെ നിയമസഭയിലേക്ക് അയക്കാൻ ലഭിച്ച അവസരം നിലമ്പൂർ ജനത ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. സന്ദർശനവും പൊതുയോഗങ്ങളുമൊക്കെയായി നിരവധി പരിപാടികളിലാണ് KV ഗണേഷ് കുമാർ നിലമ്പൂരിൽ പങ്കെടുത്തത്. നിലമ്പൂർ നഗരസഭയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വരാജിനു വേണ്ടി വോട്ട് തേടി. നേരും നെറിയുമുള്ള രാഷ്ട്രീയ സത്യസന്ധതയുള്ള സ്വരാജിനെ സംരക്ഷിക്കേണ്ട ചുമതല നിലമ്പൂർക്കാർക്കുണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. നന്മയുള്ളവരെ, സത്യമുള്ളവരെ, നേരും നെറിയുമുള്ളവരെ ആപത്യങ്ങളില്ലാതെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിർത്തിയെങ്കിൽ നമ്മുടെ ഭാവി ഇരുട്ടിലായി പോകും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നന്മയുള്ള സ്വരാജിനെ ഈ നാടിൻ്റെ ചോദന ഏൽപ്പിക്കണമെന്ന് സേനത്തോടെ. പിന്നീട് കരുളായി പഞ്ചായത്തിലായിരുന്നു പരിപാടികൾ. വനമേഖലയിലെ നിരവധി വീടുകളിൽ ഗണേഷ് കുമാർ സന്ദർശനം നടത്തി. കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. LDF സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് വെച്ചിട്ട് രാവിലെ എന്തെങ്കിലും ഒന്ന് പറയും, ഉച്ച കഴിയുമ്പോൾ അതും അങ്ങ് പൊളിക്കും. അപ്പൊ നാട്ടുകാർ പറയും, അപ്പൊ അതും പൊളിഞ്ഞും അല്ലേ എന്ന് ചോദിക്കും. ചിത്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് ഇവിടെ പ്രതിപക്ഷത്തിന്. ചെല്ലുന്നിടത്തെല്ലാം അടിയും മാച്ചുകൊണ്ട് പോരുകയും ചെയ്യും, എന്നിട്ട് പറഞ്ഞതെല്ലാം പുളുവും പൊളിയുകയും ചെയ്യും. പൊളിഞ്ഞു കഴിയുമ്പോൾ അയ്യോ അതും പൊളിഞ്ഞു എന്ന് പറയാം. ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചും പോകുന്നൊരു മുന്നണിക്ക് വോട്ടില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും. എന്തുകൊണ്ട് എം സ്വരാജ് വിജയിക്കണമെന്ന് ഓരോ വീടുകളിലും ഗണേഷ് കുമാർ വിശദീകരിച്ചു. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. കൈരളി ന്യൂസ്, നിലമ്പൂർ.